ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പച്ചമുളകും കോവയ്ക്ക് ഇട്ടിട്ട് തൈര് കൊണ്ടാട്ടം ഉണ്ടല്ലോ, തൈര് മുളക്. അതുപോലെ കോവയ്ക്കായും തൈരും കോവയ്ക്കായിട്ട് കൊണ്ടാട്ടം ഉണങ്ങിയെടുക്കുന്ന അതെങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് കോവയ്ക്ക്, കുറച്ച് പച്ചമുളക് അവരവരുടെ ആവശ്യത്തിന് എടുക്കുക. ഇത് രണ്ടും കൂടെ നമുക്ക് നെടുകെ കീറണം. ചെവിടും മണ്ട കളഞ്ഞിട്ട് ഇങ്ങനെ നീളത്തിൽ കീറിയെടുക്കണം. രണ്ടായിട്ട് കീറിയാലും മതി, നാലായിട്ട് കീറിയാലും മതി. ഇങ്ങനെ അത് കഴിഞ്ഞൊന്ന് മുറിക്കുകയും കൂടെ ചെയ്യണം, അല്ലെങ്കിൽ വറക്കുമ്പോൾ വലുതായിട്ട് കിടക്കും. ഇതേപോലുള്ള കഷ്ണമാക്കി നമുക്കെടുക്കണം. ഇതെല്ലാം അരിഞ്ഞു എടുക്കാം നമുക്ക്. ഇപ്പം നമ്മൾ കോവയ്ക്കയെല്ലാം അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മുളക് ഒന്ന് പൊട്ടിച്ചിടണം, അല്ലെ വറക്കുമ്പം പൊട്ടിത്തെറിക്കും. നമുക്ക് ഇതൊന്ന് വാട്ടണം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് പേരിന് വെള്ളം ഒഴിച്ചൊന്ന് വാട്ടണം. എന്നിട്ട് വേണം മോരിന്, കുറച്ച് ഉപ്പിടും, കുറച്ച് മോരിനും ഇടും. മോരല്ല, തൈര്. ഇത് നമുക്കൊരു 2 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് വെള്ളം ഇറങ്ങുമ്പോൾ വാട്ടിയെടുക്കാം. ഒരു വെള്ളം ഒന്ന് തളിച്ചാലും മതി. വെള്ളം ഒട്ടും ഇറങ്ങിയില്ലെങ്കിൽ നമുക്കൊരിത്തിരി തളിക്കാം. ഒരുപാട് വെള്ളം വേണ്ട, ആടിയാൽ മതി. ഇതിലോട്ട് വെച്ചൊന്ന് വാട്ടിയെടുക്കാം. ഇത് അടുപ്പയിലോട്ട് വെച്ച് നല്ലോണം ഇളക്കണം. ഉപ്പ് എല്ലായിടവും പിടിക്കണമല്ലോ. എന്നിട്ട് സിമ്മാക്കി നമ്മളൊരു 2-3 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് വാടും. അത് വാടുമ്പോഴത്തേക്ക് നമുക്കൊരു പാത്രത്തിലോട്ട് ഇത്തിരി തൈരും, നല്ല കട്ട തൈര്, പുളിയുള്ളത് മതി. ഇനി സ്വല്പം ഉപ്പ് ഇടണം. ഇത്തിരി ഉപ്പ് ഇട്ടു. ഇനി അത് വാടുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. ഇപ്പം നമ്മുടെ കോവയ്ക്കയും മുളകും ഒക്കെ വാടി. നമുക്കത് ഈ തൈരിനകത്തോട്ടിട്ട് ഇളക്കി വെക്കാം. നമുക്കിതിങ്ങനെ ഇളക്കി നല്ല വൃത്തിയായിട്ട് വെക്കാം. നാളത്തേക്ക് ഇതങ്ങ് വെള്ളമാകും. ഇനി ഇത് അടച്ചു വെച്ചാൽ നാളെ വെയിലത്തിടാം. ഒരു ദിവസം ഞാനിത് മോരിനകത്ത് തൈരിനകത്തിട്ട് കണ്ട തൈരങ്ങ് പിടിച്ചു. നമ്മൾ തൈരുമുളക് ഇടുന്ന പോലെ തന്നെ. ഇനി നമുക്കിത് വെയിലത്തിട്ട് ഉണങ്ങാം. ഇപ്പം രാവിലെ വെയിൽ തെളിഞ്ഞപ്പോൾ ഇത് വെയിലത്തോട്ടിടാം. ഉണ്ടോ, കുറച്ചിത് ആ കട്ടത്തൈര് വെള്ളം പോലായി. അത് ഇതിൻ്റെ ഉപ്പൊക്കെ കൂടെ ഇറങ്ങിയിട്ടാണ്. അത് ഇന്നിനി നമുക്ക് വീണ്ടും ഇത് പകുതി ഉണങ്ങും. അപ്പോൾ നമുക്കിത് ഈ തൈരിനകത്തോട്ട് തന്നെ ഇടണം. അടച്ചു വെക്കാം. ഇനി ഇത് കൊണ്ടുപോയി വെയിലത്ത് വെക്കാം. ഇപ്പം നമ്മുടെ കോവയ്ക്ക 2 തവണ ഞാൻ മോരിലിട്ടു. ആദ്യം എടുത്തപ്പം ഞാൻ കാണിച്ചല്ലോ, വെള്ളമായി മോര. ആ മോരിൽ ഒന്നുകൂടി ഇട്ടു, പിന്നെ ഉണങ്ങി. പിന്നെ ഇപ്പം ഇന്ന് ഒന്നുകൂടെ ഉണങ്ങി. 2 ദിവസം കൂടെ ഉണങ്ങിയാൽ ഇനിയിപ്പം മോര് തീർന്നു. അപ്പോൾ ഇനി 2 ദിവസം മോരോ തൈരോ അതെന്തായാലും മതി. 2 ദിവസം കൂടെ ഉണങ്ങുമ്പോൾ ഇത് നല്ലതായിട്ട് ഉണങ്ങും. ഇനി നമുക്ക് ഇന്നൊന്നുകൂടെ വെയിലത്ത് വെക്കാം. ഇപ്പം 3 ദിവസം കഴിഞ്ഞപ്പം നമ്മളുടെ കോവയ്ക്കും മുളകൊക്കെ നല്ലതായിട്ട് ഉണങ്ങി. ഇനി ഇത് നമുക്ക് വറുത്തെടുത്ത് ഉപയോഗിക്കാം. എണ്ണ എടുത്ത് വെച്ച് മൂക്കുമ്പോൾ നമുക്കിതങ്ങോട്ട് ഇടാം. എണ്ണ മൂത്തപ്പം നമുക്കിത് അതിനകത്തോട്ട് ഇടാം.
നമ്മുടെ തൈരിട്ട കോവയ്ക്ക കൊണ്ടാട്ടം റെഡിയായി. തൈര് മുളകും